അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. ഒന്ന് പൊട്ടി വന്നപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുത്തു. ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ ഇടണം, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ വെളുത്തുള്ളി കടിക്കാനായിട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചുമ്മാ ഒന്ന് പൊളിച്ച് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് കുറച്ച് കൂടുതലുണ്ടേ അതിട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ആ ഒരു ഉലുവയും കടുകും പൊടിച്ചതും കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും കടുകും പൊടിച്ചത് നമ്മളൊരു 3/4 ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം മാറ്റി വെക്കണം, ലാസ്റ്റ് നമുക്ക് ഇടാൻ വേണം. കായപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇടണം കേട്ടോ, കാരണം ഞാൻ കുറച്ച് കൂടുതലാണ് മാങ്ങാച്ചാർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതനുസരിച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടാൽ നല്ല കുറുകലും നല്ല കളറും കിട്ടും കേട്ടോ അച്ചാറിന്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയിലേക്ക് ഉപ്പിട്ടുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കണേ. പിന്നെ 1/2 ലിറ്ററോളം വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം